ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടുള്ള സ്നേഹവും അടുപ്പവും കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ആൺകുട്ടിക്ക് അവരോട് ചോദിക്കാനായി പറ്റുന്ന 7 തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. ഇതിനർത്ഥം ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചെന്ന് കരുതി അവർ നിങ്ങൾക്ക് പെട്ടെന്ന് വളയും എന്നല്ല, മറിച്ച് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരടുപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി സഹായിക്കുന്ന ഒരു 7 തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നതാണ്, നീ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയത്ത്, വീട്ടിലൊക്കെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ, അതും ഒറ്റ പാട്ട് മാത്രമേ കേൾക്കാൻ അവസരം കിട്ടുന്നുവെങ്കിൽ നീ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്ന് ചോദിക്കാം. ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടി വളഞ്ഞു തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് അവർ പറയുന്നുണ്ടാകും. ഇതിലൂടെ എന്താണ് അവരുടെ ആ ഒരു നേച്ചർ എന്താണ്, ഏതുമായിട്ട് അല്ലെങ്കിൽ എത്തരത്തിലുള്ള സോങ്സും കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനും കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്, ഏത് സോങ്ങിനോടാണ് നിനക്ക് താല്പര്യം എന്നുള്ളത് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമതായി പറയുന്നതാണ്, ജീവിതത്തിൽ നീ അവസാനമായി കരഞ്ഞത് എപ്പോഴാണെന്ന് ചോദിക്കുക. പെൺകുട്ടികളൊക്കെ സംബന്ധിച്ച് അവർ ഇത്തരത്തിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ എല്ലാവരോടും പറഞ്ഞു നടക്കാറില്ല. അവർക്ക് അത്രത്തോളം അടുപ്പം തോന്നിയിട്ടുള്ളവരോട് മാത്രമായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അതേ അടുപ്പം അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ളൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എപ്പോഴാണ്, ഏത് കാര്യം ഓർക്കുമ്പോഴാണ്, ഏത് ഇൻസിഡൻറ്റ് സംഭവിച്ചപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എന്നൊക്കെ അവർ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെയും തീർച്ചയായിട്ടും അവരും നിങ്ങളും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി, ഒരടുപ്പം കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ പേഴ്സണലായി തന്നെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും അടുപ്പവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ അവർ മറുപടി നൽകുന്നുണ്ടാകും. മൂന്നാമതായി പറയുന്നതാണ്, നിൻ്റെ ലൈഫിൽ പ്രപ്പോസ് ചെയ്തതിൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള പ്രപ്പോസ് കിട്ടിയത് ആരിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് രീതിയാണെന്ന് ചോദിക്കാം. നിങ്ങളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും ചിലപ്പോൾ പ്രപ്പോസിങ് അല്ലെങ്കിൽ ലവ് എന്നൊക്കെ പറയുന്നത് ലൈഫിൽ ഇപ്പോൾ ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയം തോന്നുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവർ ആരെങ്കിലും അവരെ വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാക്കും, നിങ്ങൾ മറ്റുള്ള ആരെങ്കിലുമൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഈ ഒരു രീതിയിൽ തന്നെ ചോദിക്കുക, നിനക്ക് നിൻ്റെ ലൈഫിൽ പ്രപ്പോസ് കിട്ടിയതിൽ ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയത് ഏതിനോടാണെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചോദിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു രീതി ഏതാണ്, അതുപോലെ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രപ്പോസിങ് രീതി ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും അവരുമായിട്ട് നിങ്ങൾക്കൊരു ലവ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രപ്പോസിങ് രീതിയിലൂടെ തന്നെ നിങ്ങൾക്ക് അവരെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, അവരുടെ ലൈഫിൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള പ്രപ്പോസിങ് ആരിൽ നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു പ്രപ്പോസിങ് രീതി ഏതാണ് എന്നുള്ളതൊക്കെ ചോദിക്കുക. നാലാമതായി പറയുന്നതാണ്, നിനക്ക് സിറ്റി ലൈഫാണോ അതോ വില്ലേജ് ലൈഫാണോ ഇഷ്ടം എന്നുള്ളത് ചോദിക്കുക. പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഇതിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരായിരിക്കും അല്ലേ. ചിലരെങ്ങനെയായിരിക്കും, ഒരുപാട് നാളായിട്ട് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വില്ലേജ് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ അവരെയൊക്കെ സംബന്ധിച്ച് സിറ്റി ലൈഫിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാക്കും. അതേപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കാറുണ്ട്. ചില പെൺകുട്ടികൾ എപ്പോഴും ആ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ ഒരു വില്ലേജ് ലൈഫിനെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഏത് ലൈഫ് സ്റ്റൈലിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാനാണ് താല്പര്യം എന്നുള്ളതും ചോദിച്ചറിയും. ഇതിലൂടെയും അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസും ചോദിച്ച് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അടുത്തതായി അഞ്ചാമതായി പറയുന്നതാണ്, നിൻ്റെ വീട്ടിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വസ്തു, ഒരു സാധനം ഏതാണെന്നുള്ളതും ചോദിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ സംബന്ധിച്ച് അവർക്ക് ഒരു സാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവർക്കുണ്ടായിരിക്കും. അതിപ്പോൾ പലതായിരിക്കും. ചിലപ്പോൾ അവരുടെ ഒരു ഡ്രസ്സായിരിക്കാം, ആൽബമായിരിക്കാം, ബുക്സ് ആയിരിക്കും, വാട്ടെവർ എന്ത് തന്നെ ആയിരിക്കും അത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്താണ്, ആ വീടിനുള്ളിൽ നിന്നോട് ഒരു തവണയെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് വേണമെന്ന് അത്രത്തോളം ആഗ്രഹിക്കുന്ന, എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാം.
ചോദിക്കാം. ഇതും എന്താണ്, തീർച്ചയായിട്ടും അവരുടെ ഒരു ക്യാരക്ടർ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതിനാണ് അവർ ആ ഒരു വാല്യൂ നൽകുന്നത്, ആ ഒരു വീട്ടിനുള്ളിൽ പോലും ഏതൊരു കാര്യത്തോടാണ് കൂടുതലായിട്ട് അവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത്, ഏതിനാണ് കൂടുതലായിട്ട് മൂല്യം കൽപ്പിക്കുന്നത് എന്നൊക്കെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും നിങ്ങളും അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തതായി 6ാമതായി പറയുന്ന ഒരു കാര്യം, നിനക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നീ ഏതൊരു പ്ലേസാണ് ചൂസ് ചെയ്യുക എന്ന് ചോദിക്കാം. പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച്, മിക്ക ഗേൾസിനെയും സംബന്ധിച്ച് യാത്രകളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിക്ക ആളുകളും. പലർക്കും അതിലുള്ള ഒരു സിറ്റുവേഷൻ, അതിലുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും അവരിപ്പോഴും ആ സ്ഥലങ്ങളൊക്കെ കാണാതെ ഇരിക്കുന്നുണ്ടാക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അത് അടുപ്പും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരും പറയുന്നുണ്ടാക്കുക അവരുടെ ആ ഒരു ഡ്രീം പ്ലേസിനെ കുറിച്ചായിരിക്കും. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ഇതുവരെ കാണാത്ത ഒരു സ്ഥലമായിരിക്കാം, അതല്ലെങ്കിൽ ഇനിയും കണ്ടിട്ട് കൊതി തീരാത്തൊരു സ്ഥലമായിരിക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെയും അവരുടെ ഒരു ഡ്രീം പ്ലേസ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ നിനക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഏത് പ്ലേസാണ് ചൂസ് ചെയ്യുക എന്ന് ചോദിക്കാം. അപ്പോൾ അതിലൂടെയും അവരുടെ ആ ഒരു ഇഷ്ടത്തെക്കുറിച്ച്, അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് 7ാമത്തെയും ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ്, നിനക്കൊരു സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ആദ്യം നേടിയെടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള എമ്മും കാര്യങ്ങളും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മളെല്ലാവരും ആര് നമ്മളോട് ചോദിച്ചാലും ഇത്തരത്തിലൊരു സൂപ്പർ പവർ കിട്ടിയാൽ നീ എന്താണ് ലൈഫിൽ നേടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളും നമ്മുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കണം എന്നായിരിക്കും പറയുന്നുണ്ടാക്കുക അല്ലേ. അപ്പോൾ നിങ്ങളും ചോദിക്കുന്ന ഒരു സമയത്ത് അവർ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാക്കുക. അവരുടെ ആ ഒരു ലൈഫിൽ നേടിയെടുക്കണം എന്ന് അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. അത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഫ്യൂച്ചർ പ്ലാന് അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമുള്ള ഒരാളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഈ ഓരോ ചോദ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളും അവരും തമ്മിലുള്ള വല്ല സിമിലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. പൊരുത്തപ്പെട്ടു പോകുന്നവരാണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾ പ്രണയിക്കുന്ന അല്ലെങ്കിൽ പ്രണയം തോന്നിയിട്ടുള്ള പെൺകുട്ടികളോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്നല്ല പറയുന്നത്. മറിച്ച് നിങ്ങളൊരു പെൺകുട്ടിയുമായിട്ട് സൗഹൃദമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും അവരോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണിത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.